അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരള ജോഗ്രഫി എന്ന സബ്ജക്റ്റിലെ കേരളത്തിലെ ദേശീയ ഉദ്യാനം എന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളുടെ എല്ലാം ഫ്രീ PDF നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലൂടെ ലഭ്യമാകുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ ഏതായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ദേശീയ ഉദ്യാനങ്ങൾ ആദ്യം തന്നെ പറയുന്നു ഇരവികുളം ദേശീയോദ്യാനം. എന്താണ് ഇരവികുളം ദേശീയോദ്യാനം? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം. എന്താണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാലും അതും ഇരവികുളമാണ്. അപ്പം കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം കൂടിയാണ് ഇരവികുളം. ഈ ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി. ഇടുക്കി. ഒന്ന് ഓർക്കുക, സൈലന്റ് വാലി എന്ന ദേശീയോദ്യാനം മാത്രമാണ് പാലക്കാട് ജില്ലയിലുള്ളത്. ബാക്കി എല്ലാ ദേശീയോദ്യാനങ്ങളും ഇടുക്കിയിലാണ്. നിലവിലുള്ള എല്ലാ ദേശീയോദ്യാനങ്ങളും ബാക്കിയെല്ലാം ഇടുക്കി ജില്ലകളിലാണ്. അപ്പം ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയാണ്. അതുപോലെ തന്നെ ഇരവികുളം പാർക്കിനെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1975-ലും. അതുപോലെ തന്നെ ഇരവികുളം പാർക്കിനെ ദേശീയ ഉദ്യാനം അഥവാ നാഷണൽ പാർക്കായിട്ട് ഉയർത്തിയത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1978-ലാണ്. 3 വർഷം കഴിഞ്ഞിട്ട്. രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. PSC ചോദ്യം ഇടാൻ നേരത്തെ ഓപ്ഷനിൽ 1975 കാണും, 78 കാണും. അപ്പം എന്താണോ ചോദ്യം അത് ശ്രദ്ധിച്ചിട്ട് അറ്റൻഡ് ചെയ്യുക. അതായത് ഇരവികുളം പാർക്കിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് എന്താണ്? വന്യജീവി സങ്കേതം. വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് 1975-ലാണ്. എന്നാൽ ഇരവികുളം പാർക്കിനെ ദേശീയ ഉദ്യാനമായിട്ട് ഉയർത്തിയത് 1978-ലാണ്. എന്താണ്? ദേശീയ ഉദ്യാനമായിട്ട് ഉയർത്തിയത് 1978-ലാണ്. മാറിപ്പോകരുത്. അതുപോലെ തന്നെ ഇരവികുളം ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവികുളം. ദേവികുളം. അപ്പോൾ രണ്ടിലും കുളം ഉണ്ടെന്ന് ഓർക്കുക. അപ്പോൾ ഇരവികുളം അതിലൊരു കുളമുണ്ട്, ദേവികുളം അതിലൊരു കുളമുണ്ട്. നിങ്ങൾക്കിനി പേര് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഈ കുളം എന്നൊരു കോഡ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, ഒരു ഓപ്ഷൻ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് കയറി കറപ്പിച്ചോളൂ. അപ്പോൾ ഇരവികുളം ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ദേവികുളമാണ്. അതുപോലെ തന്നെ ഇരവികുളം ദേശീയ ഉദ്യാനത്തിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് ആനമുടി. ആനമുടി. നമ്മൾ ദേവീനെയൊക്കെ ആനയുടെ പുറത്തല്ലേ എഴുന്നള്ളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർക്കുക. അപ്പോൾ ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് ആനമുടി. അപ്പം എന്താണ്? ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളം. അതുപോലെ തന്നെ ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആനമുടിയാണ്. അതുപോലെ തന്നെ ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? വരയാടാണ്. വരയാട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ഇമ്പോർട്ടൻ്റ്. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാട്. അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗമാണ് വരയാട്. അതറിയപ്പെടുന്നത് നീലഗിരി താർ എന്നാണ്. നീലഗിരി താർ. തമിഴ്നാട്ടിലെ സംസ്ഥാന മൃഗമാണ് വരയാട്. അതറിയപ്പെടുന്നത് നീലഗിരി താർ. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം നമുക്ക് എല്ലാവർക്കും അറിയാം, ആനയാണ്. ആന. അപ്പം ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാട്. തമിഴ്നാട്ടിലെ സംസ്ഥാന മൃഗമാണെന്ത്? വരയാട് അഥവാ നീലഗിരി താർ. അതുപോലെ തന്നെ മൂന്നാറിലെ രാജമലയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വരയാടാണ്. മൂന്നാറിലെ രാജമലയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണെന്ത്? വരയാട്. ഈ പറഞ്ഞ വരയാടിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഇനി പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ വരയാടിൻ്റെ പേര് നീലഗിരി താർ എന്നും കൂടിയാണെന്ന്. അപ്പം ഒന്ന് ഓപ്ഷനിൽ നോക്കാൻ നേരത്ത് നീലഗിരി വെച്ച് അതേപോലെ എന്തെങ്കിലും ബന്ധമുള്ളൊരു പേര് കണ്ടു കഴിഞ്ഞാൽ അതങ്ങോട്ട് കറുപ്പിക്കും. ഇനി 2 നീലഗിരി കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ 50-50 ടെക്നിക്ക് നമുക്ക് അവിടെ ഉപയോഗിക്കാം. 50-50 ടെക്നിക്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയില്ല. ഇപ്പോൾ ABCD ഓപ്ഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഓപ്ഷൻ A അല്ല, ഓപ്ഷൻ D അല്ല, BO CO ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ പരമാവധി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 10 ക്വസ്റ്റ്യൻസ് ഒക്കെ അടുപ്പിച്ച് 50-50 വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം വരയാടിൻ്റെ ശാസ്ത്രീയനാമം എന്താണ്? വരയാടിൻ്റെ ശാസ്ത്രീയനാമം നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. അതുപോലെ തന്നെ രാജമല, നമ്മൾ പറഞ്ഞു മൂന്നാറിലെ രാജമലയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരവികുളം. കാര്യം നമ്മൾ പറഞ്ഞില്ലേ, ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് വരയാട് സംരക്ഷിക്കപ്പെടുന്നത്. അപ്പം അത് ഓർത്തിരിക്കാനായിട്ട്, ഏത് ദേശീയോദ്യാനമാണെന്ന് ഓർത്തിരിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഇര വര. ഇരവികുളം വരയാട്. അപ്പം ഇര വര അങ്ങനെ ഓർത്ത്. എന്താണ്? ഇര വര. അപ്പോൾ രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവി. അപ്പോൾ നമുക്ക് ഇരവികുളം ഒന്നുകൂടെ നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം. എന്താണ്? കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. അതുപോലെ തന്നെ ഇരവികുളം പാർക്കിനെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ച 1975-ലും ഇതിനെ ദേശീയ ഉദ്യാനമായിട്ട് ഉയർത്തിയത് 1978-ലുമാണ്. അത് രണ്ടും മാറിപ്പോകരുത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഇത് രണ്ടും മാറിപ്പോകരുത്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് ദേവികുളം. അതുപോലെ തന്നെ ഇരവികുളം ദേശീയോദ്യാനത്തിന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് ആനമുടി. ആനമുടി.
ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാട്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഇര വര, അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ. തമിഴ്നാട്ടിലെ സംസ്ഥാന മൃഗമാണ് വരയാട് അഥവാ നീലഗിരി താർ. മൂന്നാറിലെ രാജമലയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് എന്ത്, ഈ വരയാട്. അതുപോലെ തന്നെ വരയാടിൻ്റെ ശാസ്ത്രീയ നാമമാണ് നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. ഓക്കെ, നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം. ഓക്കെ, രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം. ഇനി നമ്മൾ പറയുന്നു സൈലന്റ് വാലി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദേശീയോദ്യാനം. മിക്കപ്പോഴും PSCയിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ദേശീയോദ്യാനമാണ്. സൈലന്റ് വാലിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യം മിക്കപ്പോഴും വരാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ എന്താണ് സൈലന്റ് വാലി ദേശീയോദ്യാനം? ഓക്കെ, അതാണ് ഇനി പറയുന്നത്. കേരളത്തിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്നു. ഓക്കെ, കേരളത്തിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഏക കന്യാവനമാണ് സൈലന്റ് വാലി. ഓക്കെ, ഏക കന്യാവനമാണ് എന്ത്, സൈലന്റ് വാലി. ഓക്കെ, നമ്മൾ സൈലന്റ് വാലി സംരക്ഷണ സമിതി ആ സമരത്തെയൊക്കെ പറ്റി ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ ദയവായി അതൊന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കേരളത്തിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഏക കന്യാവനമാണ് എന്ത്, സൈലന്റ് വാലി. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണെന്ത്, സൈലന്റ് വാലി. അപ്പോൾ കേരളത്തിൽ മറ്റ് മഴക്കാടുകളുണ്ട്. ആ മഴക്കാടുകളിൽ ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈലന്റ് വാലിയാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഏക കന്യാവനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് സൈലന്റ് വാലി. ഓക്കെ, ഏറ്റവും വലിയ മഴക്കാടും കൂടിയാണ് സൈലന്റ് വാലി. ഈ ക്വസ്റ്റ്യൻ PSC എപ്പോഴും ആവർത്തിക്കുന്നതാണ്. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. അതുപോലെ തന്നെ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. അപ്പോൾ ഒന്ന് ഓർക്കുക, ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുന്തിപ്പുഴയും സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൂതപ്പുഴയാണ്. അത് നമുക്ക് ഓർക്കാനൊരു കോഡ് ഇട്ട് തരാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാഭാരതം. ഓക്കെ, മഹാഭാരതത്തിൽ സൈലന്റ് വനം എന്ന് പരാമർശിക്കപ്പെട്ടിരുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഓക്കെ, അപ്പം മഹാഭാരത കഥയിൽ ഇവർ വനത്തിലേക്ക് പോകുന്നൊരു ഇതുണ്ടല്ലോ, അപ്പം ആ കൂട്ടത്തിൽ കുന്തിയും ഉണ്ടല്ലോ. അപ്പോൾ കുന്തി കാട്ടിലൂടെയല്ല സഞ്ചരിച്ചത്. അപ്പോൾ കുന്തി സഞ്ചരിച്ചു പോയത് സൈലന്റ് വാലിയിലൂടെയാണെന്ന് ഓർക്കുക. അതുകൊണ്ട് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയും സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൂതപ്പുഴയും. ഒന്ന് അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, അപ്പം സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ, സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്, തൂതപ്പുഴ. ഓക്കെ, അതുപോലെ തന്നെ മഹാഭാരതത്തിൽ സൈലന്റ് വനം എന്ന് പരാമർശിക്കപ്പെട്ടിരുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനമാണ് എന്ത്, സൈലന്റ് വാലി. ഓക്കെ, സൈലന്റ് വാലി. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ അതും സൈലന്റ് വാലിയാണ്. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈലന്റ് വാലിയാണ്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏതാണ്, ഇരവികുളം. ഏറ്റവും വലുത് ഏതാണ്, സൈലന്റ് വാലി. ഓക്കെ, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാടാണ്. ഓക്കെ, ബാക്കി എല്ലാ ദേശീയോദ്യാനങ്ങളും ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലക്ക് പുറത്തുള്ള ഒരേ ഒരു ദേശീയോദ്യാനമാണ് എന്ത്, സൈലന്റ് വാലി. അത് പാലക്കാട് ജില്ലയിലാണ്. ഓക്കെ, ഇനി പറയുന്നു സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട്. അപ്പോൾ നിങ്ങൾക്ക് താലൂക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്നോർത്തു. അപ്പോൾ നോർക്ക് ജില്ല നിങ്ങൾക്ക് അറിയെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്, പാലക്കാടാണ് ജില്ല. അപ്പോൾ അതിലൊരു കാടുണ്ട്. അപ്പോൾ കാടായിട്ട് ബന്ധപ്പെട്ട പേര് തന്നെയാണ് താലൂക്കിനുള്ളതെന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ മണ്ണാർക്കാട്. ഓക്കെ, മണ്ണാർക്കാട്. അപ്പം സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് മണ്ണാർക്കാട്. ഓക്കെ, അപ്പോൾ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട്. ഇനി സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീലഗിരിയാണ്. ഓക്കെ, സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീലഗിരി ബയോസ്ഫിയർ റിസർവിലാണ് സൈലന്റ് വാലി ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ 9.8 കിലോമീറ്റർ ഭാഗം ഇക്കോ സെൻസിറ്റീവ് സോണായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ ദേശീയോദ്യാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൈലന്റ് വാലിയാണ്. ഓക്കെ, അത് സൈലന്റ് വാലിയാണ്. എന്താണ്, 9.8 കിലോമീറ്റർ ഭാഗം ഇക്കോ സെൻസിറ്റീവ് സോണായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. അപ്പോൾ കേന്ദ്ര സർക്കാർ എന്തായിട്ട് പ്രഖ്യാപിച്ചത്, ഇക്കോ സെൻസിറ്റീവ് സോൺ. ഓക്കെ, എത്ര കിലോമീറ്റർ ഭാഗം, 9.8 കിലോമീറ്റർ ഭാഗം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങൾ. ഓക്കെ, വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങൾ കാണപ്പെടുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. അത് ഓർത്ത് വെച്ചോണേ. വംശനാശ ഭീഷണി നേരിടുന്ന എന്താണ്, സിംഹവാലൻ കുരങ്ങൾ കാണപ്പെടുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സിംഹവാലൻ കുരങ്ങളുടെ ശാസ്ത്രീയ നാമമാണ് മക്കാക്ക സിലനസ്. ഓക്കെ, സിംഹവാലൻ കുരങ്ങൾ ഇംഗ്ലീഷ് അറിയപ്പെടുന്ന ലയൺ ടൈൽഡ് മക്വേക്ക് എന്ന്. ഓക്കെ, ലയൺ ടൈൽഡ് മക്വേക്ക്. അപ്പോൾ ആ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മക്വേക്ക്. അപ്പോൾ മക്കാക്ക അതിൽ നിന്ന് അങ്ങനെ നമുക്ക് പിടിച്ചെടുക്കാന്നേ ഉള്ളൂ ശാസ്ത്രീയനാമം. അങ്ങനെയാണ് സിംഹവാലൻ കുരങ്ങളുടെ ശാസ്ത്രീയനാമമാണ് മക്കാക്ക സിലനസ്. ഓക്കെ, അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങൾ കാണപ്പെടുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. സിംഹവാലൻ കുരങ്ങളുടെ ശാസ്ത്രീയ നാമമാണ് മക്കാക്ക സിലനസ്. ഓക്കെ, ഇനി പറയുന്നു സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ മാത്രം കാണപ്പെടാൻ കാരണം എന്താ? കാരണം എന്താ വെച്ചാൽ ഈ സൈലന്റ് വാലിയിൽ വെടിപ്ലാവുകളുടെ സാന്നിധ്യമുള്ളതുകൊണ്ടാണ്. എന്താണ്, വെടിപ്ലാവുകൾ. ഓക്കെ, അപ്പോൾ സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ മാത്രം കാണപ്പെടാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ്. വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്?
കുല്ലീനിയ എക്സാറിലാറ്റ. ഓക്കെ, കുല്ലീനിയ എക്സാറിലാറ്റ എന്നാണ് വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം. അപ്പം സിംഹവാലൻ കുരങ്ങൾ സൈലന്റ് വാലിയിൽ മാത്രം കാണപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ്. ഈ വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? കുല്ലീനിയ എക്സാറിലാറ്റ എന്നാണ്. ഓക്കെ, കുല്ലീനിയ എക്സാറിലാറ്റ. ഇനി പറയുന്നു സൈലന്റ് വാലി എന്ന പേരിന് കാരണം എന്താ? എന്തുകൊണ്ടാണ് സൈലന്റ് വാലി എന്ന് പേര് കൊടുത്തത്? അഥവാ നിശബ്ദ താഴ്വര എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? ആ കാടുകളിൽ ചീവീടുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, ചീവീടുകൾ ഇല്ലാത്തതുകൊണ്ടാണ്. ശരിക്കും ചീവീടുകൾ ഉണ്ട്, എന്നാൽ സാധാരണ ഉള്ള കാടുകളെ അപേക്ഷിച്ച് അവിടെ കുറച്ച് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സൈലന്റ് വാലി എന്ന പേരിന് കാരണം എന്താണ്? ചീവീടുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരനാരാണ്? റോബർട്ട് റൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ പേര് ഓർത്തിരിക്കുക. ഒരു കോഡ് പറയാം. നമ്മൾ പറഞ്ഞാൽ ചീവീടുകൾ ഇല്ലാത്തതുകൊണ്ടാണെന്ന്, അതുകൊണ്ടാണ് സൈലന്റ് വാലി എന്ന് പേര് കൊടുത്തത്. അപ്പം അതൊരു റൈറ്റ് ആയിട്ടുള്ളൊരു പേരല്ലേ? ഓക്കെ, പക്ക ഒരു പേരല്ലേ കൊടുത്തിരിക്കുന്നത്? അത് റൈറ്റ് ആയിട്ടുള്ളൊരു പേരാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാർ ആരെന്ന് റോബർട്ട് റൈറ്റ്. ഓക്കെ, റോബർട്ട് റൈറ്റ്, അപ്പം മറക്കരുത്. ഓക്കെ, അപ്പോൾ സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരനാണ് റോബർട്ട് റൈറ്റ്. ഇനി പറയുന്നു സൈലന്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1914. ഓക്കെ, സൈലന്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷമാണ് അവിടെ പറഞ്ഞത് 1914 എന്ന്. എന്താണ്? സൈലന്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം 1914. എന്നാൽ സൈലന്റ് വാലി ദേശീയോദ്യാനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം 1984. ഓക്കെ, സൈലന്റ് വാലി ദേശീയോദ്യാനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം 1984. അപ്പോൾ ഒന്നുകൂടെ പറയാം, സൈലന്റ് വാലി റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം 1914, സൈലന്റ് വാലി ദേശീയോദ്യാനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം 1984. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, ഓർത്തോണെ, ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കാരണം അവിടെ പാലക്കാട്. ഓക്കെ, ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജീവ് ഗാന്ധിയാണ്. ഓക്കെ, എന്നാൽ സൈലന്റ് വാലി ദേശീയോദ്യാനം അഥവാ സൈലന്റ് വാലി ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധിയും, സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? രാജീവ് ഗാന്ധിയാണ്. ഇത് തമ്മിൽ മാറിപ്പോകരുത്. ഓക്കെ, ഇത് തമ്മിൽ മാറിപ്പോകരുത്. ഇനി പറയുന്നു സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത വർഷം എപ്പോഴാണ്? 1985 സെപ്റ്റംബർ 7-നാണ്. പിന്നെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1984-ലാണ്. ഉദ്ഘാടനം ചെയ്തത് 1985 സെപ്റ്റംബർ 7-നുമാണ്. അതുപോലെ തന്നെ സൈലന്റ് വാലിയെ ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2007-ആണ്. ഓക്കെ, സൈലന്റ് വാലിയെ ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2007-ആണ്. അപ്പോൾ സൈലന്റ് വാലിയെ റിസർവ് വനായിട്ട് പ്രഖ്യാപിച്ചത് നമ്മൾ പറഞ്ഞ 1914-എന്നും ഇതിനെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1984-എന്നും ഇത് ഉദ്ഘാടനം ചെയ്ത് 1985 സെപ്റ്റംബർ 7-എന്നും അതുപോലെ തന്നെ സൈലന്റ് വാലിയെ ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ച വർഷം 2007-ആണ്. ഓക്കെ, എല്ലാം തമ്മിൽ മാറിപ്പോകരുത്. അതുപോലെ തന്നെ നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്നു. ഓക്കെ, അത് നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ എടുക്കാമല്ലോ. എന്താണ്? സൈലന്റ് വാലി. അപ്പം നിശബ്ദ താഴ്വര, അത് അങ്ങനെ സുഖമായിട്ട് എടുക്കാവുന്ന കാര്യമുള്ളൂ. അപ്പം ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം കൂടിയാണ് ഈ സൈലന്റ് വാലി. ഓക്കെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം കൂടിയാണ് എന്ത്? സൈലന്റ് വാലി. സൈലന്റ് വാലിയിൽ കണ്ടുവരുന്ന ഗോത്ര വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇരുളർ, അതുപോലെ തന്നെ മുകുടർ. ഓക്കെ, അപ്പോൾ സൈലന്റ് വാലിയിൽ കണ്ടുവരുന്ന ഗോത്ര വിഭാഗങ്ങളാണ് എന്ത്? ഒന്ന് ഇരുളറും മറ്റൊന്ന് മുകുടറും. ഓക്കെ, ഇരുളറും മുകുടറും. അതുപോലെ തന്നെ സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുക്കുറുത്തി ദേശീയോദ്യാനം. ഓക്കെ, മുക്കുറുത്തി ദേശീയോദ്യാനം. അപ്പോൾ സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയ ഉദ്യാനമാണ് മുക്കുറുത്തി. ഓക്കെ, അതുപോലെ തന്നെ സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2009-ആണ്. ഇത്ര ഓർത്താൽ മതി. 1984-ലാണ് ഇതിനെ എന്തായിട്ട് പ്രഖ്യാപിച്ചത്? ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത്. അതിൻ്റെ കൂടെ 25 കൂട്ടിയാൽ മതി. നിങ്ങൾക്ക് ഇനി 2009 കിട്ടുന്നില്ല. അപ്പോൾ 1984 പ്ലസ് 25 കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പം 2009 നമുക്ക് കിട്ടും. അപ്പോൾ സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ 25-ാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷമാണ് 2009. ഓക്കെ, അപ്പം എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക. ഓക്കെ, എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക. നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാം നമ്മളൊന്ന് വായിക്കാൻ പോവുകയാണ്. ഓക്കെ, അതിനു മുമ്പേ സൈലന്റ് വാലി ഒന്നുകൂടെ ഒന്ന് വായിക്കാം. സൈലന്റ് വാലി ഒന്നുകൂടെ വായിച്ചതിന് ശേഷം ഇന്ന് പഠിച്ച ഇരവികുളം തൊട്ട് സൈലന്റ് വാലി വരെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് വായിക്കും. ഓക്കെ, കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് തന്നെ പഠിച്ചിട്ട് ഇറങ്ങുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ സബ്ജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ സൈലൻറ്റ് വാലി ദേശീയോദ്യാനം ഞാൻ സ്പീഡിലായിരിക്കും വായിക്കുന്നത്, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. കേരളത്തിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്നു. കേരളത്തിലെ ഏക കന്യാവനമാണ് സൈലൻറ്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് സൈലൻറ്റ് വാലി. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. അതുപോലെ തന്നെ മഹാഭാരതത്തിൽ സൈലൻറ്റ് വനം എന്ന് പരാമർശിക്കപ്പെട്ടിരുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി. സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാടും താലൂക്ക് മണ്ണാർക്കാടുമാണ്. അതുപോലെ തന്നെ സൈലൻറ്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവാണ് നീലഗിരി. 9.8 കിലോമീറ്റർ ഭാഗം ഇക്കോ സെൻസിറ്റീവ് സോണായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി. അതുപോലെ തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനമാണിത്. സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയനാമം മക്കാക്ക സിലനസ്. സിംഹവാലൻ കുരങ്ങുകൾ സൈലൻറ്റ് വാലിയിൽ മാത്രം കാണപ്പെടാൻ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ്. വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയനാമം കൊല്ലീനിയ എക്സാർലാറ്റ. സൈലൻറ്റ് വാലി എന്ന പേരിന് കാരണം ചീവീടുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. സൈലൻറ്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ റോബർട്ട് റൈറ്റ്. സൈലൻറ്റ് വാലി റിസർവ് തന്നെ പ്രഖ്യാപിച്ച വർഷം 1914. അതുപോലെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച 1984 പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള കേരളത്തിലെ ദേശീയോദ്യാനമാണിത്. അതുപോലെ തന്നെ സൈലൻറ്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. സൈലൻറ്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത വർഷം 1985 സെപ്റ്റംബർ 7. സൈലൻറ്റ് വാലി ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ച വർഷം 2007. നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണിത്. സൈലൻറ്റ് വാലി കണ്ടുവരുന്ന ഗോത്ര വിഭാഗങ്ങളാണ് ഇരുളറും മുകുടറും. സൈലൻറ്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് മുക്കുർത്തി. സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിൻ്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2009. ഓക്കെ, 2009. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് ഒന്നുകൂടെ ഒന്ന് വായിക്കാം. എല്ലാവരും ഒന്ന് കണ്ണടച്ചിരുന്നു, ഞാൻ സ്പീഡിൽ വായിക്കാം. നിങ്ങളുടെ തലയിൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇരവികുളം ദേശീയോദ്യാനം എന്താണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ഇരവികുളം പാർക്കിനെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ച 1975 ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായിട്ട് ഉയർത്തിയ 1978 ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ദേവികുളം. ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ തെക്ക് ഭാഗത്തെ സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയാണ് ആനമുടി. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാട്. തമിഴ്നാട്ടിലെ സംസ്ഥാന മൃഗമാണ് വരയാട് അഥവാ നീലഗിരിത്താർ. മൂന്നാറിലെ രാജമലയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാട്. വരയാടിൻ്റെ ശാസ്ത്രീയ നാമം നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നാണ്. രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം. ഓക്കെ, ഇനി പറയുന്നത് സൈലൻറ്റ് വാലി. കേരളത്തിലെ നിത്യഹരിതവനം എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ മഴക്കാടാണ്. സൈലൻറ്റ് വാലിയോട് ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. മഹാഭാരതത്തിൽ സൈലൻറ്റ് വനം എന്ന് പരാമർശിക്കപ്പെടുന്ന ദേശീയോദ്യാനമാണിത്. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണിത്. സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാടും താലൂക്ക് മണ്ണാർക്കാടുമാണ്. സൈലൻറ്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് നീലഗിരിയാണ്. 9.8 കിലോമീറ്റർ ഭാഗം ഇക്കോ സെൻസിറ്റീവ് സോണായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി. സിംഹവാലൻ കുരങ്ങളുടെ ശാസ്ത്രീയ നാമം മക്കാക്ക സിലനസ് ആണ്. ഈ സിംഹവാലൻ കുരങ്ങൾ സൈലൻറ്റ് വാലിയിൽ മാത്രം കാണപ്പെടാൻ കാരണം എന്താണ്? വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ്. വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം കൊല്ലീനിയ എക്സാർലാറ്റ. സൈലൻറ്റ് വാലി എന്ന പേരിന് കാരണം ചീവീടുകൾ ഇല്ലാത്തതുകൊണ്ടാണ്. ആ പേര് നൽകിയത് റോബർട്ട് റൈറ്റ് എന്ന ബ്രിട്ടീഷുകാരനാണ്. സൈലൻറ്റ് വാലി റിസർവായി പ്രഖ്യാപിച്ച 1914. സൈലൻറ്റ് വാലി ദേശീയോദ്യാനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം 1984. സൈലൻറ്റ് വാലി ദേശീയോദ്യാനം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എന്ന ഉദ്ഘാടനം ചെയ്ത രാജീവ് ഗാന്ധി. ഓക്കെ, സൈലൻറ്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത വർഷം 1985 സെപ്റ്റംബർ 7. സൈലൻറ്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം 2007. നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി. സൈലൻറ്റ് വാലിയിൽ കണ്ടുവരുന്ന ഗോത്ര വിഭാഗങ്ങളാണ് ഇരുളർ മുകുടർ. സൈലൻറ്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് മുക്കുർത്തി. സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിൻ്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം എപ്പോഴാണ്? 2009. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.